ജയന്തി ആകെ കുഴപ്പമായി. മായക്കെതിരെ പോലീസ് കേസ്. ആ ഡോക്ടർ ശ്രീനിവാസൻ പറ്റിച്ച പണിയാ. എങ്ങനെ? ആശുപത്രിയിൽ അനധികൃതമായി കടന്നു, ഡോക്ടറോട് അപമര്യാദയെ പെരുമാറി, ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു. പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കുക മായെ. മായെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നുള്ള ഉറപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ? പ്രിൻസിപ്പലിനോട് പറയാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിക്കേ, പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാർഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാ മായയുടെ ലോക്കൽ ഗാർഡിയൻ? ശിവപ്രസാദ്. പ്ലാന്റർ, എക്സ്പോർട്ടർ, പൗരപ്രമുഖൻ, വലിയ ആളാ. കോളേജും ഹോസ്റ്റലിനും വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സഹായങ്ങൾ ചില്ലറയൊന്നുമല്ല. ഒരു പക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും. അത് നടന്നില്ലെങ്കിൽ പോരെ ജയന്തിയുടെ അച്ഛനെ വിളിക്കുന്നത്? വരട്ടെ, എന്തു വരുന്നു നോക്കട്ടെ. വാ. മാഡം, ഇക്കുറി കൂടി ഒന്ന് മാപ്പാക്കണം. മായയിൽ നിന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം. പോലീസിലും ഞാൻ പറഞ്ഞോളാം. മാഡം ദേവി ഇത് ആക്ഷനൊന്നും എടുക്കരുത്. ഇനി അമ്മായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഒരു ദിവസത്തോടെ നിൽക്കട്ടെ. വാ മോളെ, പോവാം. മായ വന്നില്ലേ? ഇല്ല. മോളെ വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. എനിക്ക് വേണ്ട. എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികളായ അല്പസ്വല്പം വികൃതിയൊക്കെ വേണം. മായക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. ആരും ഒന്നും ചെയ്യില്ല, ഒന്നും പറയുക പോലുമില്ല. എന്നെ പുന്നാരിക്ക? എന്തിനാ എന്നെ പുന്നാരിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? അങ്കിളും ആന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക? ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല, സത്യം. ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ എന്തുണ്ടായിട്ടാ മായ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്നും ഉണ്ടാകണ്ട. അങ്കിളും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുക. പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്കുക. കുഞ്ഞുനാളും ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനമ്മയും പുറത്താണ്, ഇന്ന് വരും നാളെ വരുമെന്ന്. കുറച്ച് മുതിർന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവർ രണ്ടുപേരും രണ്ടിടത്താണ്, വഴക്കാണ്, ലീഗൽ പ്രോബ്ലം ആണെന്നൊക്കെ. എല്ലാം നോണ. ഇപ്പൊ പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആരാ എന്റെ അച്ഛൻ, ആരാ എന്റെ അമ്മ എന്ന്. എനിക്കറിയണം ആരാ അവര്. എന്താ അവരെന്നെ കാണാൻ വരാത്തെ? ഒരിക്കലെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്നിട്ട് അവർക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോട്ടെ, എനിക്കൊരു ചുക്കില്ല. പക്ഷേ അവരെന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്നേ? എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് അവർ പണം അയക്കുന്നേ? അങ്കിൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി കളിക്കുന്നേ? എനിക്കറിയാം അങ്കിൾ എന്റെ ആരുമല്ല, ബന്ധുവല്ല, മിത്രമല്ല. നിങ്ങളൊരു ചതിയനാണ്, വെറും ചതിയൻ. മായയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മായയ്ക്കുണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ലെന്നാ തോന്നുന്നത്. കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല. വെറുതെ ബഹളം വെച്ചാൽ മായ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും. എനിക്ക് ഒരാഴ്ച സമയം തരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് അവരാരെന്ന് ഞാൻ പറയിപ്പിക്കും. അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല. ജയന്തി, ഇന്ന് 3 മണിക്ക് ബോട്ടറി ക്ലാസ്സിൽ മായൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം. വാ. വരിക 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 വരിക. പ്രിയമുള്ളവരെ, എന്റെ മിത്രങ്ങളും ഉറ്റവരും ഉടയവരും രക്തസാക്ഷികളും സോറി രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥ്യരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും
ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കളിനാടകം അരങ്ങേറുകയാണ്. എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ, തത്ത വേണ്ട, മാടത്ത, ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ്. ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത്, പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെപ്പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി. ആരും അങ്ങോട്ട് വരണ്ട. ആര്? ഞാൻ. ഇല്ല. ചാകോ? ആര്? ഞാൻ. ഇല്ല. കയ്യോ കാലോ ഒടിഞ്ഞോ? ഇല്ല. ഒരു വിരൽ പോലും? ഛേ, ഒരു നാണം കെട്ട ചാട്ടായി പോയല്ലോ. ഞാൻ അബദ്ധമാണ് കാണിച്ചത്. 4ാം നിലയിൽ നിന്നും ചാടേണ്ടതായിരുന്നു. ക്ലോസ് ആയി കിട്ടിയേനെ. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചത്? പകുതി തമാശയായിരുന്നു. ചത്തില്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കാമല്ലോ. ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ. ബാക്കി പകുതി കാര്യമായിരുന്നു. അച്ഛൻ, അമ്മ, ഡോക്ടറല്ലേ എന്നെ വെറുതെ. പ്രണയ നൈരാശ്യമൊന്നും പറഞ്ഞ് ഡോക്ടർ കോടതി കയറ്റട്ടെ? കേറ്റിക്കോളൂ. ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. സത്യം? സത്യം. താങ്ക്സ്. അമ്മ എങ്ങനെ ഉണ്ട്? പറയാം. അതിന്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ. പിന്നീട് ആട്ടെ.